ദത്തെടുത്തത്. ഇപ്പോൾ ശ്രീ പ്രേംചന്ദ് ചേരുന്നു, മുതിർന്ന മാധ്യമ പ്രവർത്തകനും സംവിധായകനുമൊക്കെയായ പ്രേംചന്ദ്. ശ്രീ ഭദ്രൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണുമെന്ന് ഞാനും കരുതുകയാണ്. അദ്ദേഹത്തുമായിട്ട് മോഹനുമായി ഉണ്ടായിരുന്ന വ്യക്തിബന്ധമായ അടുപ്പം, അദ്ദേഹം ചെയ്തിരുന്ന സിനിമകളെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നു. ഒരു മോഹൻ സിനിമകൾ കണ്ടു പഠിക്കണം എന്ന് അദ്ദേഹം യുവതലമുറയോട് ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. എന്താണ് താങ്കൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ശ്രീ മോഹന്റെ സിനിമകളോട് പറയാനുള്ളത്? എന്തുകൊണ്ടും മോഹൻ സാറിന്റെ സിനിമകളെ ഞാനൊക്കെ സിനിമ കണ്ട് വളർന്നു വന്ന കാലത്ത് തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും. മലയാളത്തിന്റെ മധ്യവർത്തി സിനിമകളിൽ പത്മരാജൻ മോഹൻ എന്ന പേര് ഒരു കാലത്ത് സിനിമാ ആരാധകരുടെ, സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പേരുകളായിരുന്നു. വേർപിരിക്കാനാവാത്ത മട്ടിലുള്ള ഒരുതരം പേരാണ് പത്മരാജനും മോഹനും എന്നത്. അതിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്യാമ്പസ് കാലത്താണ് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമ മോഹൻ സാർ സംവിധാനം ചെയ്യുന്നത്. പത്മരാജനായിരുന്നു അതിന്റെ തിരക്കഥ. അതിലും മനോഹരമായിട്ടുള്ള ഒരു 1978 ആ സിനിമ പുറത്തു വരുന്നത്. മലയാളത്തിൽ എടുക്കപ്പെട്ട ഏറ്റവും അതിമനോഹരമായ ക്യാമ്പസ് ചലച്ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്റെ ആദ്യത്തെ ഉത്തരം ശാലിനി എന്റെ കൂട്ടുകാരി എന്നുള്ള സിനിമയാണ്. അതുപോലെ തന്നെ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണ് മോഹൻ സാറിന്റെ രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമ. ജെൻഡർ ഇക്വേഷനെ തന്നെ മറികടക്കുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സൗഹൃദത്തെ ഏറ്റവും ആഴത്തിൽ പരിചരിച്ച ആദ്യത്തെയും എക്കാലത്തെയും മനോഹരമായ സിനിമകളിൽ ഒന്നാണ് രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമ. അതൊരു മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാണ് അത്. വ്യക്തിപരമായിട്ട് മോഹൻ സാറുമായി 2016 കേരള സംസ്ഥാന ഫിലിം അവാർഡിൽ മോഹൻ സാറായിരുന്നു ജൂറി ചെയർമാൻ. അതിലൊരു ജൂറി അംഗമായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ ഒരു സിനിമകൾ കാണുകയും സിനിമകൾ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു അതുകൂടി ഞാനിവിടെ ഓർക്കുന്നു. വളരെ മലയാളത്തിലെ ക്ലാസിക് സംവിധായകർ എന്ന് പറയാവുന്ന സംവിധായകരുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പേരാണ് മോഹൻ സാർ.